Hi all. Today we are going to discuss about aldehyde, ketone and carboxylic acid. So ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും പ്രിപ്പറേഷനാണ്. പല മെത്തേഡ്സിലും നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും പ്രിപ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് വണ്ണാണ് ബൈ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ്. അതായത് അതിൽ പറയുന്നത് പ്രൈമറി ആൽക്കഹോൾസ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്, അതായത് അൻ എക്സാമ്പിളാണ് ക്രോമിയം ട്രയോക്സൈഡ്. സോ അതൊക്കെ വെച്ച് ഓക്സിഡേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് കിട്ടും എന്ത്? ആൽഡിഹൈഡ്സ്. അതേസമയം സെക്കൻഡറി ആൽക്കഹോൾസ് ആണ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സിന് ഒപ്പം ഓക്സിഡേഷന് വിധേയമാക്കുന്നതെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? കീറ്റോൺ. അപ്പോൾ ഒന്നുകൂടെയും പറയുകയാണ്, പ്രൈമറി ആൽക്കഹോൾസ് ഓക്സിഡേഷന് വിധേയമായി കഴിയുമ്പോൾ ആൽഡിഹൈഡ്സും, സെക്കൻഡറി ആൽക്കഹോൾസ് ഓക്സിഡേഷന് വിധേയമായി കഴിയുമ്പോൾ കീറ്റോൺസും ലഭ്യമാകുന്നു. ആൻഡ് സെക്കൻഡ് വൺ ആണ് ബൈ ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസ് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. എന്ത് വെച്ച്? കോപ്പർ കാറ്റലിസ്റ്റുമായിട്ട് ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, 573 കെൽവിൻ. 573 കെൽവിനിൽ കോപ്പർ കാറ്റലിസ്റ്റുമായിട്ട് ഹീറ്റ് ചെയ്യുവാണ് ആൽക്കഹോളെങ്കിൽ പ്രൈമറി ആൽക്കഹോൾസ് ആൽഡിഹൈഡും നൽകുന്നു. അതേസമയം സെക്കൻഡറി ആൽക്കഹോൾസ് എന്തും കൂടി നൽകുന്നു? കീറ്റോണും നൽകുന്നു. ഇനി പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ഫ്രം അസൈൽ ക്ലോറൈഡ്, അതാണ് പറയുന്നത്. സോ റോസമൺ റിഡക്ഷൻ. ആസിഡ് ക്ലോറൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. എന്തിൻ്റെ പ്രസൻസിൽ? പലേഡിയത്തിൻ്റെ പ്രസൻസിൽ. അതുപോലെ തന്നെ ബേരിയം സൾഫേറ്റും ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? ആൽഡിഹൈഡ്. ഒന്നുകൂടെയും പറയുകയാണ്, ആസിഡ് ക്ലോറൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ദാറ്റ് വാസ് സപ്പോർട്ടഡ് വിത്ത് ബേരിയം സൾഫേറ്റ്. അപ്പോൾ എന്താ കിട്ടുന്നത്? ആൽഡിഹൈഡ്. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് അറോമാറ്റിക് ആൽഡിഹൈഡ് ആണ്. ഫസ്റ്റ് വൺ ആണ് ബൈ ഓക്സിഡേഷൻ ഓഫ് മീഥൈൽ ബെൻസീൻ. മീഥൈൽ ബെൻസീൻ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് വെച്ച് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുകയാണ്. മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു, ക്രോമിയം ട്രയോക്സൈഡ്, അതുപോലെ ക്രോമൈൽ ക്ലോറൈഡ്. അപ്പോൾ ഈ പറയുന്ന മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് വെച്ച് മീഥൈൽ ബെൻസീനെ ഓക്സിഡൈസ് ചെയ്യുകയാണ് ഇൻ അസറ്റിക് അൺഹൈഡ്രൈഡ്. അപ്പോൾ എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. ഇനി ബൈ ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ, വെൻ നമ്മൾ ബെൻസീൻ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ക്ലോറൈഡും വച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. എന്തിൻ്റെ സാന്നിധ്യത്തിൽ? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡോ അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ്. സോ ഒന്നുകൂടെയും പറയുകയാണ്, ബെൻസീൻ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ്. ഇനി എങ്ങനെ കീറ്റോൺ പ്രിപ്പയർ ചെയ്യാം അതിൽ പറയുന്നതാണ് ഫ്രെഡൽക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. ബെൻസീനോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീനോ ആസിഡ് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. എന്തിൻ്റെ പ്രസൻസിൽ? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അപ്പോൾ എന്ത് കിട്ടും? കീറ്റോൺ. ബെൻസീനോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീനോ ആസിഡ് ക്ലോറൈഡിനായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്ത് കിട്ടും? കീറ്റോൺ. ഇനി ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും കെമിക്കൽ റിയാക്ഷനാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് റിഡക്ഷൻ റിയാക്ഷനാണ്. സോ ആ റിഡക്ഷൻ റിയാക്ഷനിൽ ഫസ്റ്റ് ആണ് റിഡക്ഷൻ ടു ആൽക്കഹോൾ. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്തുപയോഗിച്ച്? സോഡിയം ബോറോഹൈഡ്രൈഡ് അല്ലെങ്കിൽ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡോ വെച്ച് റെഡ്യൂസ് ചെയ്യുകയാണ്. എന്തിൻ്റെ പ്രസൻസിലാണ്? നിക്കൽ കാറ്റലിസ്റ്റ് ആവാം, പലേഡിയം കാറ്റലിസ്റ്റ് ആവാം, എന്താണ് പ്ലാറ്റിനം ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ എന്താണ് ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്? പ്രൈമറി ആൽക്കഹോൾ. അതേസമയം കീറ്റോൺ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ് ഈ പറയുന്ന നിക്കൽ പലേഡിയം പ്ലാറ്റിനസ് ഏതെങ്കിലും കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ സോഡിയം ബോറോഹൈഡ്രൈഡ് വെച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും എന്ത് കിട്ടും? കീറ്റോൺ റെഡ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ. സോ ഞാൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൈമറി ആൽക്കഹോളും കീറ്റോൺ റെഡ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി ആൽക്കഹോളുമാണ് കിട്ടുന്നത്. പിന്നെ പറയുന്നു റിഡക്ഷൻ ടു ഹൈഡ്രോകാർബൺ. സോ അതിനകത്ത് പറയുന്ന ഫസ്റ്റ് വണ്ണാണ് ക്ലെമൻസൺ റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷനിൽ ആൽഡിഹൈഡും കീറ്റോണും എന്തായിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ആൽക്കീനായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. എപ്പോൾ? എങ്ങനെ? അതായത് സിങ്ക് അമാൽഗവും
കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ആൽഡിഹൈഡോ കീറ്റോണോ എന്ത് ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്താണ് ആൽക്കൈനായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. സോ ഈ ഒരു റിയാക്ഷൻ്റെ സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കാർബണൈൽ ഗ്രൂപ്പ് അത് മെത്തിലീൻ ഗ്രൂപ്പായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ ആണ് വോൾഫ് ഫിഷർ റിഡക്ഷൻ. അതിൽ കാർബണൈൽ ഗ്രൂപ്പ് മെത്തിലീൻ ഗ്രൂപ്പായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ആൽഡിഹൈഡോ കീറ്റോണോ ഹൈഡ്രസീനുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ദാറ്റ് വാസ് ഫോളോഡ് അപ്പ് ബൈ ഹീറ്റിംഗ് വിത്ത് സോഡിയം ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ ഹൈ ബോയിലിംഗ് സോൾവെൻറ്റ് ലൈക്ക് എത്തിലിൻ ഗ്ലൈക്കോൾ. ഇനി നമ്മൾ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഒരു ഓക്സിഡേഷനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ആൽഡിഹൈഡ് ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്സിഡൈസിങ് ഏജൻറ്റാണ് നൈട്രിക് ആസിഡ് പോലുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ആൽഡിഹൈഡ് എങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കാർബോക്സിലിക് ആസിഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമ്മളിപ്പോൾ നൈട്രിക് ആസിഡിന് പകരം മൈൽഡായിട്ടുള്ള CrO3 ടോളൻസ് റിയേജൻറ്റോ ഫെല്ലിംഗ് റിയേജൻറ്റോ ഒക്കെ ആണെങ്കിലും എന്താണ് ആൽഡിഹൈഡിനെ ഓക്സിഡൈസ്ഡ് ആയിക്കോളും. ഓക്കെ. ഇനി അടുത്ത കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റിലും ഹൈ ടെമ്പറേച്ചറും ചെയ്ത് കഴിയുമ്പോഴാണ് കീറ്റോൺസ് ഓക്സിഡൈസ്ഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡിൻ്റെ ഒരു മിക്സ്ചർ കിട്ടും. സോ അതിനെന്താണ്? ദറ്റ് ഹാവ് ലെസ്സർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് ടോളൻസ് ടെസ്റ്റ് ആൻഡ് ഫില്ലിംഗ് ടെസ്റ്റ്. സോ ബോത്ത് ദീസ് ടെസ്റ്റ് ആർ ഫെമിലിയർ ഇൻ പ്രാക്ടിക്കൽ സെക്ഷൻ. നമുക്ക് ഒരുപാട് പ്രാക്ടിക്കലിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ടെസ്റ്റാണ് ഈ ടോളൻസ് ടെസ്റ്റ് ആൻഡ് എന്താണ് ഫില്ലിംഗ് ടെസ്റ്റ്, ഇല്ലേ? കേട്ടിട്ടുണ്ട്. സോ ടോളൻസ് റിയേജൻറ്റ് എന്താണെന്നറിയാമോ? ഫ്രഷ്ലി പ്രിപ്പേർഡ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. ഓക്കെ. അപ്പോൾ ആൽഡിഹൈഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു ആൽഡിഹൈഡ് ആ ടെസ്റ്റിൽ എന്താണ് ടോളൻസ് റിയേജൻറ്റ്? നമുക്ക് ഒരു സിൽവർ മിറർ തരുന്നു. ഓക്കെ. അപ്പോൾ ഇതെന്താണ് ടോളൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. സോ ദാറ്റ് ഗീവ്സ് എ സിൽവർ മിറർ വിത്ത് ആൽഡിഹൈഡ്. ഫില്ലിംഗ് ടെസ്റ്റ്. ഫില്ലിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് സൊല്യൂഷൻ എയുടെയും ഫില്ലിംഗ് സൊല്യൂഷൻ ബിയുടെയും മിക്സ്ചറാണ്. സോ ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ അക്വസ് കോപ്പർ സൾഫേറ്റും ഫില്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റുമാണ്. ഇനി നമ്മൾ ഫില്ലിംഗ് റിയേജൻറ്റ് ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൽഡിഹൈഡ് ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് തരുന്നു ഓഫ് കുപ്രസ് ഓക്സൈഡ് ആണ്. ഓക്കെ. അരോമാറ്റിക് ആൽഡിഹൈഡ് ഈ ഒരു ടെസ്റ്റ് നൽകുന്നില്ല. ഇനി എന്താണ് നെക്സ്റ്റ് വൺ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും, അതായത് ഏറ്റവും കുറഞ്ഞ ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റമെങ്കിലും ഉള്ള ആൽഡിഹൈഡും കീറ്റോണും അത് നമ്മൾ ഡൈല്യൂട്ട് ആയിട്ടുള്ള ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡോ അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോണോ ലഭ്യമാകും. അപ്പോൾ ഒന്നുകൂടെയും പറയുകയാണ്, ആൽഡിഹൈഡ് അതായത് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡ് ഡൈല്യൂട്ട് ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് കിട്ടുന്നു. അതുപോലെ അറ്റ്ലീസ്റ്റ് 1 എന്താണ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കീറ്റോൺ ഡൈല്യൂട്ട് ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ കിട്ടുന്നു. ഇതാണ് ആൽഡോൾ റിയാക്ഷൻ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് കാനിസാറോ റിയാക്ഷൻ. എന്താണ്? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ബെൻസാൽഡിഹൈഡ്, ഫോമാൽഡിഹൈഡ്, ഇതൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സെൽഫ് ഓക്സിഡേഷനും റിഡക്ഷനും വിധേയമായി 1 മോളിക്യൂൾ ഓഫ് ആൽക്കഹോളും 1 മോളിക്യൂൾ ഓഫ് കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ഉണ്ടാകുന്നു. ഇതാണ് എന്ത്? കാനിസാറോ റിയാക്ഷൻ. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷനിൽ ആൽഡിഹൈഡും കീറ്റോണിനും അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ ആറ്റമെങ്കിലും വേണമായിരുന്നു. കാനിസാറോയിൽ എന്താണ്? ആൽഡിഹൈഡിന് ഈ പറയുന്ന ആൽഫ ഹൈഡ്രജൻ ആറ്റം വേണ്ട. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് കാർബോക്സിലിക് ആസിഡ്. പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്നാമത്തെ ആൽഡിഹൈഡ്
മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള ക്രോമിയം ട്രയോക്സൈഡോ ടോളൻസ് റിയേജൻറ്റിനോ ഒക്കെ വിധേയമായി കഴിയുമ്പോൾ എന്താണ് അത് ഓക്സിഡേഷന് വിധേയമായി കഴിയുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് വൺ ഫ്രം ആൽക്കൈൽ ബെൻസീൻസ്. അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സ് that can be prepared by vigorous oxidation of alkyl benzenes with chromic acid. The entire side chain is oxidized to the carboxyl group. ഇനി ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് പറയുന്നത്. സോ അത് ഫസ്റ്റ് വൺ ആണ് റിയാക്ഷൻസ് ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് OH ബോണ്ട്. OH ബോണ്ട് എന്ന് പറയുമ്പോൾ കാർബോക്സിലിക് ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെയും പറയുകയാണ്, കാർബോക്സിലിക് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇനി കാർബോക്സിലിക് ആസിഡ് സോഡിയം കാർബണേറ്റോ അല്ലെങ്കിൽ ബൈകാർബണേറ്റോ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്നത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് എ ബ്രിസ്ക് എഫർവെസൻസ്. ഓക്കെ, അസിഡിറ്റി എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് pKa വാല്യൂവിലാണ്. ഈ Ka വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ pKa വാല്യൂ സ്മോളർ ആയിരിക്കും. pKa വാല്യൂ സ്മോളർ ആകുമ്പോൾ എന്തായിരിക്കും, ആസിഡ് സ്ട്രോങ്ങർ ആയിരിക്കും. ഇനി ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ ആ ഒരു അസിഡിറ്റിയെ കമ്പയർ ചെയ്യുകയാണ് മിനറൽ ആസിഡും അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മിനറൽ ആസിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് വളരെ വീക്കറാണ്. പക്ഷേ ആസ് വി കമ്പയർ ടു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ആൽക്കഹോളും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഫീനോൾസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ് കാർബോക്സിലിക് ആസിഡ് സ്ട്രോങ്ങർ ആസിഡ്സ് ആണ്. മിനറൽ ആസിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ വീക്കർ ആണെങ്കിൽ ഫീനോൾസും ആൽക്കഹോൾസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് കാർബോക്സിലിക് ആസിഡ് എന്താണ് സ്ട്രോങ്ങർ ആസിഡ്സ് ആണ്. ഓക്കെ, the carboxylate ion formed are stabilized by equivalent resonance structures. Therefore, carboxylate ion is more stable than phenoxide ion, so it is more acidic. Effect of substituents on the acidity of carboxylic acid. ഇനി സബ്സ്റ്റുവൻസിൻ്റെ ആ ഒരു എഫക്റ്റാണ് നമ്മൾ പറയുന്ന അസിഡിറ്റിയിൽ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് എന്താണ് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. എന്നാൽ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്താണ് അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി കാർബോക്സിലിക് ആസിഡിൻ്റെ കെമിക്കൽ റിയാക്ഷനിലെ സെക്കൻഡ് വൺ ആണ് റിയാക്ഷൻ ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് COH ബോണ്ട്. റിയാക്ഷൻ വിത്ത് അമോണിയ. കാർബോക്സിലിക് ആസിഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അമോണിയം സോൾട്ട് കിട്ടും. അത് വീണ്ടും ഒന്ന് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, അമൈഡ് കിട്ടും. ഓക്കെ, ഇനി അടുത്താണ് കാൾപ്പ് ഇലക്ട്രോളിസിസ്. Aqueous solution of potassium salt of carboxylic acid is hydrolyzed. We get alkanes having twice the number of carbon atoms that present in the alkyl group of the acid. This reaction is known as Karl electrolysis. മൂന്നാമത് പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ ദ ഹൈഡ്രോകാർബൺ പാർട്ട്. ഹാലോജനേഷൻ. ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഈ റിയാക്ഷനാണ് ഹെൽ-വുൾഹാഡ്-സെലൻസ്കി റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെയും പറയുകയാണ് ഹാലജനേഷൻ റിയാക്ഷൻ. അതിലെന്താണ് ഹാലജനേഷനെ ഹെൽ-വുൾഹാഡ്-സെലൻസ്കി റിയാക്ഷൻ എന്നുകൂടി പറയുന്നു. അതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. അന്നേരം എന്താണ് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നു. ഈ റിയാക്ഷനാണ് ഹെൽ-വുൾഹാഡ്-സെലൻസ്കി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന ഒന്ന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ദ കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതൊരു ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, അതുപോലെ തന്നെ മെറ്റാ ഡിറക്റ്റിങ്ങും ആണ്. ഓക്കെ, കാർബോക്സിലിക് ഗ്രൂപ്പ് ഒരു ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അതുപോലെ തന്നെ മെറ്റാ ഡയറക്റ്റിങ്ങും ആണ്. സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ നമുക്ക് കുറേ മെറ്റാ ഡെറിവേറ്റീവ്സ് കിട്ടും. നൈട്രേഷനിൽ നമുക്കറിയാം ബെൻസോയിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയോ സൾഫ്യൂരിക് ആസിഡിൻ്റെയോ പ്രസൻസിൽ എന്താണ് നമുക്ക് മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്
തരും. അതുപോലെ ബെൻസോയിക് ആസിഡ് ബ്രോമിനേഷനിൽ പറയുന്നതാണ്. എന്താണ് ബെൻസോയിക് ആസിഡ് B2 അല്ലെങ്കിൽ FeBr3 ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റാബ്രോമോ ബെൻസോയിക് ആസിഡ് കിട്ടും. കാർബോക്സിലിക് ആസിഡ് ഒരിക്കലും ഫ്രെഡൽക്രാഫ്റ്റ് റിയാക്ഷന് വിധേയമാവാറില്ല. കാരണം കാർബോക്സിലിക് ഗ്രൂപ്പ് എന്താണ്? ഡീആക്ടിവേറ്റിങ്ങും അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അലൂമിനിയം ക്ലോറൈഡ് അത് കാർബോക്സിലിക് ഗ്രൂപ്പുമായിട്ട് ബോണ്ട് ചെയ്ത് സോൾട്ട് ഉണ്ടാകും. സോ അതുകൊണ്ട് ഫ്രെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ വിധേയമാകാറില്ല കാർബോക്സിലിക് ആസിഡ്. സോ ആ പോയിന്റ് ഒന്നുകൂടി ക്ലിയർ ആക്കുകയാണ്. കാർബോക്സിലിക് ആസിഡ് ഒരിക്കലും ഫ്രെഡൽക്രാഫ്റ്റ് റിയാക്ഷന് വിധേയമാകാറില്ല. കാരണം കാർബോക്സിലിക് ഗ്രൂപ്പ് ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ആൻഡ് ഈ പറയുന്ന കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അലൂമിനിയം ക്ലോറൈഡ് അതെന്താണ്? കാർബോക്സിലിക് ഗ്രൂപ്പായിട്ട് ബോണ്ട് ചെയ്യുന്നു ടു ഫോം വാട്ട്? Salt. I think the topic is clear. Thank you.